ലോകമെങ്ങും ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെക്കാനായി തീക്ഷ്ണതയാർന്ന മിഷണറിമാരായ ഒത്തിരിയേറെ സന്യസ്തരും വൈദികരും യാത്രയാവുന്ന ഒരു കാലഘട്ടമാണിത്. ഇവരുടെ ഈ ദൈവവിളികളെല്ലാം രൂപപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. ഇത്തരം അനുഭവങ്ങളാണല്ലോ ഗ്രീൻ റൂമിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളുള്ളത് എറണാകുളം വടുതലയിലുള്ള ഡോൺ ബോസ്കോ ഹൗസിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം അവരുടെ ഏതാനും വിശേഷങ്ങൾ കേട്ടിരുന്നു. ഇന്ന് നമുക്ക് കൂടുതലായി അവരുടെ ദൈവാനുഭവങ്ങൾ കേൾക്കാം. നമ്മുടെ കൂടെയുള്ളത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. റെവറൻ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ട് അച്ഛൻ. അച്ഛൻ വൈദിക ജീവിതത്തിലേക്ക് കടന്നിട്ട് ഇപ്പം 23 വർഷമായി. ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്ങാടിക്കടവിൻ്റെ പ്രിൻസിപ്പളാണ്. ഡോൺ ബോസ്കോ മാഗസിൻ്റെ ചീഫ് എഡിറ്ററാണ്. 33ഓളം പുസ്തകങ്ങൾ അച്ഛൻ രചിച്ചിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഷാലോം മീഡിയ അവാർഡ് 2019 ജേതാവും കൂടെയാണ്. അച്ഛൻ ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ വീട് താമരശ്ശേരി രൂപതയിൽ ചാപ്പൻതോട്ടം ഇടവകയിലാണ്. എൻ്റെ വീട്ടിൽ 12 പേരുണ്ട്. ഞാൻ 10ാമത്തെ കുട്ടിയാണ്. 2 ചേച്ചിമാർ കന്യാസ്ത്രീകളാണ്. എല്ലാവരും പല സ്ഥലത്തായിട്ടാണ്. ഇപ്പം എല്ലാവരും അവധിക്കാലത്ത് മെയ് മാസം 10 ദിവസം ഒരുമിച്ച് വരും. അപ്പോൾ വലിയ കുടുംബമായതുകൊണ്ട് വീട് ഒരു സ്കൂൾ പോലെയാവും. മെയ് മാസം 10 ദിവസം ഒരു പ്രിൻസിപ്പളും ഉണ്ട് വേണമെങ്കിൽ സ്കൂളിനല്ലേ. എൻ്റെ ചേച്ചി കന്യാസ്ത്രീ സ്കൂൾ പ്രിൻസിപ്പളാണ്. ആന്ധ്രയിൽ സെൻറ്റ് ആൻസ് കോൺഗ്രിഗേഷനിൽ വിശാഖപട്ടണത്ത് സ്കൂൾ പ്രിൻസിപ്പളാണ്. കന്യാസ്ത്രീ ആയിട്ടുള്ള മറ്റേ സിസ്റ്ററും ആലപ്പുഴ സ്കൂളിലാണ്. അച്ഛനാണെന്ന് തീരുമാനിച്ചപ്പോഴേ ഈ സലേഷ്യൻ സഭ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? കാരണം നേരത്തെ അറിയാമായിരുന്നോ ഡോൺ ബോസ്കോ അച്ഛന്മാരുമായിട്ട് പരിചയം ഉണ്ടായിരുന്നോ? എൻ്റെ ദൈവവിളിയുടെ ചരിത്രം വളരെ വിചിത്രമാണ്, വളരെ രസകരമാണ്, വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം 10ാം ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ പഠിച്ച സ്കൂളിലത്തെ ഏതാനും വിദ്യാർത്ഥികൾ തലശ്ശേരി രൂപതയിൽ ചേരുവാനായിട്ട് ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്തു. ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആപ്ലിക്കേഷൻ ഫോം, അപേക്ഷാ ഫോറം വീട്ടിൽ ചെന്നിട്ട് പൂരിപ്പിക്കാനായിട്ട് തന്നുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷിലാണ് ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഞാൻ ഈ അപേക്ഷാ ഫോറം കൈമാറി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ചേച്ചി. അപ്പോൾ അപേക്ഷാ ഫോമിൽ ഒരു ചോദ്യം ഇതായിരുന്നു: വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം? നീ എന്താകാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ചേച്ചി സിസ്റ്ററാണ്, സിസ്റ്റർ ദിവ്യ, എനിക്ക് വേണ്ടി എഴുതി ഒരു മിഷണറി ആകുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒന്നും നോക്കാതെ ഒപ്പിട്ട് സെമിനാരിയിലേക്ക് അയച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറുപടി വന്നു: ഒരു മിഷണറി ആകാൻ ആഗ്രഹിക്കുന്ന താങ്കൾ ഒരു സന്യാസ സഭയിൽ ചേരുന്നതാണ് ഉചിതം. അത് വലിയൊരു ഷോക്കായിരുന്നു. കാരണം ആ വർഷം സെമിനാരിയിൽ ചേരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടവകയിൽ നിന്ന് 2 പേരാണ് പോകേണ്ടിയിരുന്നത്. ഒന്ന് ഫ്രാൻസിസ് കാരക്കാട്ട്, 2 ജോസഫ് കൈത്തുങ്കര. അപ്പം എല്ലാവരും അറിഞ്ഞു ഫ്രാൻസിസ് കാരക്കാട്ടിന് സെലക്ഷൻ ഇല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ജോസഫ് കൈത്തുങ്കരയ്ക്ക് സെലക്ഷനായി. അപ്പോൾ ആ ഒരു വിഷമത്തിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ നാണം കെട്ട് വീട്ടിൽ ഒതുങ്ങി +2 പോലും, അതായത് പ്രീ ഡിഗ്രിക്ക് പോലും ജോയിൻ ചെയ്യാതെ മാനസിക വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് യാദൃച്ഛികമായിട്ടല്ല ദൈവേച്ഛികമായിട്ട് ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ ഉടനീളം എനിക്കുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ്: ജീവിതത്തിൽ ഒന്നും യാദൃച്ഛികമായിട്ട് ആകസ്മികമായി സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്.
എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് നടക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് എൻ്റെ ചേച്ചിയെ കൊണ്ട് ഒരു തെറ്റ് അപേക്ഷാ ഫോറത്തിൽ വരുത്തിച്ചത് ദൈവം. അപ്പോൾ വളരെ ദൈവേച്ഛികമായിട്ട് അലമാരയിൽ നോക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ പുസ്തകം, അത് ഞാൻ 9ാം ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷം ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിൽ പോയിരുന്നു. ആ ക്യാമ്പ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാർത്ഥനാ പുസ്തകം കൈമാറിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ വൈദികനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എഴുതുക. ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അഡ്രസ്സ് വൊക്കേഷൻ ഡയറക്ടർ, ഡോൺ ബോസ്കോ ഭവൻ, മുല്ലക്കര, മണ്ണൂത്തി, തൃശ്ശൂർ 680 651. പിൻകോഡ് പോലെ എനിക്കിപ്പോൾ ഓർമ്മയിലുണ്ട്. അപ്പോൾ എന്നാൽ ഇങ്ങോട്ട് ഒരു ലെറ്റർ അയച്ചേക്കാം, രൂപതയിൽ ഇനി ചാൻസ് ഇല്ല. അങ്ങനെ ഞാൻ വൊക്കേഷൻ ഡയറക്ടറിന് കത്തെഴുതി. ആ പ്രാർത്ഥന പുസ്തകത്തിൽ തന്നെ ക്രിസ്ത്യാനികൾ സഹായമായ മാതാവിൻ്റെ നൊവേനയുടെ ഒരു ഭാഗവും ഉണ്ടായിരുന്നു. ആ നൊവേനയ്ക്ക് മുൻപ് ഡോൺ ബോസ്കോയുടെ ഒരു ഉദ്ധരണിയുണ്ട്. 9 ദിവസം തുടർച്ചയായി ഈ നൊവേന പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുന്നു. ഈ ഒരു ബോധ്യത്തോടു കൂടിയിട്ട് ഞാൻ തുടർച്ചയായി 9 ദിവസം നൊവേന അർപ്പിച്ചു. ഈ ലെറ്ററിന് മറുപടി വന്നില്ല. അങ്ങനെ 4 കത്ത് വൊക്കേഷൻ ഡയറക്ടറിന് അയച്ചു. കത്തിനൊന്നും മറുപടി ഉണ്ടായില്ല. ഈ നൊവേന പ്രാർത്ഥനയ്ക്ക് ഉത്തരവും കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ച് പ്രീ ഡിഗ്രിക്ക് പോകാതെ 3 മാസത്തോളം 2.5 മാസത്തോളം വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് തൊട്ട് അടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ എനിക്കൊരു ടെലഗ്രാം വന്നു. സെമിനാരിയിൽ ചേരുവാനായിട്ട് നിനക്കും വരാം. അങ്ങനെ ദൈവേച്ഛികമായിട്ടാണ് 2.5 മാസം താമസിച്ച് ഡോൺ ബോസ്കോ മണ്ണൂത്തിയിൽ മറ്റ് ബാച്ചുകളിലുള്ള എൻ്റെ ബാച്ചിലുള്ള മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം ഞാൻ ചേരുന്നത്. അങ്ങനെ ഒരു ദൈവവിളി ക്യാമ്പിലും പങ്കെടുക്കാതെ, സാധാരണ ആ വർഷങ്ങളിലൊക്കെ ദൈർഘ്യമേറിയ പ്രക്രിയയിലൂടെയാണ് സെലക്ഷൻ നടത്തിയിരുന്നത്. ആദ്യം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പോയി ദൈവവിളി ഉള്ള കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസത്തെ ക്യാമ്പ് നടത്തി. അതിൽ നിന്നും സെലക്ഷൻ കിട്ടുന്ന കുട്ടികളെ മണ്ണൂത്തിയിൽ കൊണ്ടുവന്ന് 1 മാസത്തെ ക്യാമ്പ് നടത്തി. അവിടുന്ന് സെലക്ഷൻ കിട്ടുന്ന 40 കുട്ടികളെ മാത്രമാണ് സെമിനാരിലേക്ക് എടുക്കുന്നത്. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു, ഞാൻ ആ ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അവിടെ എനിക്ക് സെലക്ഷൻ കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രക്രിയ ദൈവം തന്നെ നേരത്തെ നിശ്ചയിച്ച് ഉറപ്പിച്ച് എന്നെ സലേഷ്യൻ സന്യാസ സഭയിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. തമ്പുരാന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു അല്ലേ? അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടുള്ളത്. ഓക്കെ അച്ഛാ, ഇപ്പോൾ ദൈവവിളി അച്ഛന് വന്ന വഴി എന്ന് പറയുന്നത് അച്ഛനൊട്ടും വിചാരിക്കാത്ത പോലെ ഒരു ദിശയിലൂടെ പോയത്. ഇപ്പോൾ നേരത്തെ പറയുകയുണ്ടായി, ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി, അതായത് അച്ഛൻ ഷാലോമിൻ്റെ ഒരു അവാർഡ് വിന്നറാണ്. പിന്നെ അച്ഛൻ 30-ലധികം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 23 വർഷം കഴിഞ്ഞു അച്ഛൻ പൗരോഹിത്യം, 23 വർഷമാകുന്നു അച്ഛൻ പൗരോഹിത്യം കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അച്ഛനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ ഉദ്ദേശിച്ച ഒരു വഴിയിലൂടെയാണോ അച്ഛൻ കാര്യങ്ങൾ പോയിട്ടുള്ളത്? കാരണം ഇത്രയും സക്സസ്ഫുൾ ആയതുകൊണ്ട്, അത് പുറമേ നോക്കുന്ന ഒരാൾ ഇത്രയും സക്സസ്ഫുൾ ആവണമെങ്കിൽ നല്ലൊരു പ്ലാനിങ് വേണം പുറമേ ഉള്ളൊരു മനുഷ്യന്. അപ്പോൾ അച്ഛൻ ഉദ്ദേശിച്ച വഴിയിലൂടെയാണോ കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്? തുടക്കം മാത്രമല്ല വിചിത്രമായ അനുഭവം ഉണ്ടായിട്ടുള്ളത്. തുടർച്ചയിലുടനീളം വളരെ വിസ്മയിപ്പിക്കുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പിന്നെ സെമിനാരി പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഫിലോസഫി പഠിച്ചത് തമിഴ്നാട്ടിലാണ്. എയർകോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സേലത്തു നിന്നും ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ഹിൽ സ്റ്റേഷനിലാണ്. സാധാരണ ഫിലോസഫിയിൽ ടോപ്പറായിട്ടുള്ള ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ബ്രദറിനെ ഉപരിപഠനത്തിന്, ഫിലോസഫിയിൽ തന്നെയുള്ള ഉപരിപഠനത്തിനായിട്ട് പൂനെയിലേക്ക് അയക്കുകയാണ് പതിവ്. അപ്പോൾ എൻ്റെ 2 വർഷത്തെ ഫിലോസഫി പഠനം പൂർത്തിയാക്കപ്പെടുന്ന സമയത്ത് എൻ്റെ പ്രൊവിൻഷ്യൽ മേലധികാരി ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന സമയത്ത് കൂടിക്കാഴ്ച ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ പ്രൊവിൻഷ്യലിനോട് പറഞ്ഞു, ഞാൻ
ഈ ഫിലോസഫിയോട് ഉള്ള പ്രണയം. ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഫിലോസഫി. അപ്പോൾ എനിക്ക് തുടർ പഠനത്തിനായിട്ട് MBH മാസ്റ്റർ ഓഫ് ഫിലോസഫിക്ക് പോകണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ പ്രൊവിൻഷ്യൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഫിലോസഫിക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ അങ്ങോട്ടല്ല വിടുന്നത്, ഞാൻ നിന്നെ ഡോൺ ബോസ്കോ സ്കൂൾ ഇരിഞ്ഞാലക്കുടയിൽ നീ അവിടെ പോയി 1 വർഷം പഠിപ്പിക്കുക, സ്കൂളിൽ പോയി പഠിപ്പിക്കുക. അപ്പോൾ വളരെയധികം വിഷമമുണ്ടായിരുന്നു. കാരണം മുൻ വർഷങ്ങളിലൊക്കെ സാധാരണയായിട്ട് ടോപ്പറെ ഫിലോസഫിക്ക് വിടേണ്ട ഒരു പൈതൃകമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തോ എന്നോട് അവഗണന, അപ്പോൾ ഒരു മാനസിക വിഷമത്തിലായിരുന്നു. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന 3 വ്രതങ്ങൾ, ഒന്ന് അനുസരണമാണ്. അപ്പം അതുകൊണ്ട് പ്രൊവിൻഷ്യൽ പറഞ്ഞതുപോലെ തന്നെ ഡോൺ ബോസ്കോ സ്കൂൾ ഇരിങ്ങാലക്കുടയിൽ ഞാൻ റീജൻസി ചെയ്യാനായിട്ട്, അവിടെ ബോർഡിംഗ് ഉണ്ട്. ആ ബോർഡിങ്ങിൽ ഏറ്റവും ചെറിയ കുട്ടികൾ, 5ാം ക്ലാസ് കൊണ്ടുള്ള കുട്ടികളുടെ ഉത്തരവാദിത്വം, പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം ആ സമയത്ത് നമ്മുടെ സിനിമാ നടൻ ഇന്നസെൻറ്റിൻ്റെ മകൻ സോണറ്റ് എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു 5ാം ക്ലാസ്സിൽ. അപ്പോൾ 1 വർഷം അവിടെ ഞാൻ ഡോൺ ബോസ്കോ ഇരിങ്ങാലക്കുടയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഡോൺ ബോസ്കോ, ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഡോൺ ബോസ്കോ ഇരിങ്ങാലക്കുട. അങ്ങനെ പ്രണയിച്ചെന്നാൽ ഇവിടെ തന്നെ ഡിഗ്രി പഠനം BA ഇക്കണോമിക്സ്, അവിടെ അടുത്ത് തന്നെ ക്രൈസ്റ്റ് കോളേജ് ഉണ്ട് ഇരിങ്ങാലക്കുട. അപ്പം പ്രൊവിൻഷ്യൽ ഔദ്യോഗിക സന്ദർശനം വന്നപ്പം കൂടിക്കാഴ്ചയുടെ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് BA ഇക്കണോമിക്സ് ആണ് പഠിക്കാനായിട്ട് താല്പര്യം, ഇവിടെ അടുത്ത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഉണ്ട്, അവിടെ പോയി ഞാൻ പഠിച്ചോളാം. ആ സമയത്തും ഒരു രീതിയിലുമുള്ള പരിഗണനയും നൽകാതെ പ്രൊവിൻഷ്യൽ പറഞ്ഞു, വേണ്ട, BA എക്കണോമിക്സ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ പ്രൊവിൻഷ്യലിനോട് പറഞ്ഞു, ഇവിടെ ഒന്നും നിന്നെ ഞാൻ വീണ്ടും പറിക്കാൻ പോവുകയാണ്. അങ്ങനെ അടുത്ത വർഷം എന്നെ ഡോൺ ബോസ്കോ മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോയി. അവിടെ സെൻറ്റ് തോമസ് കോളേജിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുവാനായിട്ടാണ് പ്രൊവിൻഷ്യൽ ആവശ്യപ്പെട്ടത്. ഏറ്റവും വലിയ വഴിത്തിരിവ് അവിടെ വെച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അറിയപ്പെടുന്ന ചരിത്രകാരൻ, അതോടൊപ്പം തന്നെ ഗവേഷകൻ ഡോക്ടർ പ്രൊഫസർ ജോർജ് മേലാച്ചേരി ആയിരുന്നു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു ഉപന്യാസ മത്സരം നടത്തിയിരുന്നു. അതിൻ്റെ ടോപ്പിക്ക് ദ റോൾ ഓഫ് NRIs ഇൻ ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ്, ഇംഗ്ലീഷിലാണ്. അപ്പം സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉപന്യാസം എഴുതാനായിട്ട് പലവട്ടം സാറ് ശ്രമിച്ചിട്ടും ആരെയും കിട്ടിയില്ല. അപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് ഡോക്ടർ മേനാച്ചേരി പറഞ്ഞു, ഇവിടെ ഡോൺ ബോസ്കോ എന്നൊരു ബ്രദർ ഉണ്ടല്ലോ, ഡോൺ ബോസ്കോക്കാർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്നവരാണ്, അപ്പം അതുകൊണ്ട് ബ്രദർ എഴുന്നേക്കൂ. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. ഈ കോളേജിൻ്റെ പ്രതിനിധിയായിട്ട് ബ്രദറിനെ ഈ മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പം അങ്ങനെ സാറിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ പോയിരുന്ന് വായിച്ച് ആ ഉപന്യാസം എഴുതി. ആ ഉപന്യാസ മത്സരത്തിൽ എനിക്ക് സംസ്ഥാന തലത്തിൽ സമ്മാനം കിട്ടി. അതായിരുന്നു ജേർണലിസത്തിലുള്ള, എഴുത്തിലുള്ള എൻ്റെ തുടക്കം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇരിഞ്ഞാലക്കുട BA എക്കണോമിക്സിന് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അവസരം എനിക്ക് കിട്ടില്ലായിരുന്നു. ഇങ്ങനെ സംസ്ഥാന തലത്തിൽ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം ദേശീയ തലത്തിൽ ഒരു ഉപന്യാസ മത്സരം കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു നോട്ടീസ് വന്നു. അത് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ മുംബൈ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഉപന്യാസ മത്സരമാണ്. അതിൻ്റെ ടോപ്പിക്ക് ദ റോൾ ഓഫ് ന്യൂക്ലിയർ പവർ ജനറേഷൻ ഇൻ ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ മേനാച്ചേരി സാറും മറ്റധ്യാപകരും പറഞ്ഞു, നിനക്ക് സംസ്ഥാന തലത്തിൽ ഉപന്യാസ മത്സരത്തിന് പ്രൈസ് കിട്ടിയല്ലേ, നീ ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്, കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് നീ എഴുതുക. അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് കുറേ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് വായിച്ച് ഞാൻ ഈ ഉപന്യാസ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പോൾ ദേശീയ തലത്തിൽ എനിക്ക് പ്രൈസ് കിട്ടി. അങ്ങനെ പ്രൈസ് കിട്ടിയ കുട്ടികളെ ബോംബെയിൽ വെച്ച് ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഞങ്ങൾ 10 പേരെയാണ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 10 പേര് ഈ എഴുതിയ എസ്സേ അവിടെ സ്ലൈഡ്സ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ അവിടെ വിശദീകരിച്ചു കൊടുക്കണം. ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ,
ഏറ്റവും ആദ്യമായിട്ടാണ് ഞാൻ അന്ന് ഒരു എയർ കണ്ടീഷൻ കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അപ്പം മുംബൈയിലെത്തി ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ 10 ദിവസം താമസം. എൻ്റെ പേപ്പർ ഞാൻ പ്രസൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം എന്നെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു. താങ്കളുടെ പ്രസൻറ്റേഷൻ അതിമനോഹരമായിരിക്കുന്നു. ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ PRO. അപ്പം അതിന് താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യാം. സാലറിയോടൊപ്പം തന്നെ ഫ്രീ അക്കോമഡേഷൻ. ആറ്റോമിക് സെന്ററിൽ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ. സാധാരണ എത്ര എക്സാംസ് എഴുതിയിട്ടാലേ അതിൻ്റെ അകത്തൊന്ന് കയറി പറ്റണേ. അപ്പോൾ ഞാൻ ഒന്ന് ചിരിച്ച് ആലോചിക്കട്ടെ, എനിക്ക് പലരുമായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി. തിരിച്ചു പോരുന്നതിന് തലേദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഓഫർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വൈദികനാകുവാൻ വേണ്ടിയിട്ട് സെമിനാരിയിലാണ്. എൻ്റെ ഉൾവിളി പുരോഹിതനാകുവാനായിട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ജോലി ഏറ്റെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, വേറെ ആർക്കെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ആ PRO പോസ്റ്റ് ഞാൻ വേണ്ടെന്ന് വെച്ചു. തിരിച്ച് ഡോൺ ബോസ്കോയിൽ വന്നു. അപ്പം എൻ്റെ മേലധികാരികൾക്ക് ഈ ജേർണലിസത്തിൽ എനിക്ക് അഭിരുചിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടു, എഴുത്തിൽ അഭിരുചിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ കോൺഗ്രിഗേഷന് വലിയ രീതിയിൽ ഈ എഴുത്തിലൂടെ മറ്റ് മേഖലകളെയൊപ്പം തന്നെ വേണ്ട രീതിയിലുള്ള ഇടപെടലുകളും അതോടൊപ്പം തന്നെ സംഭാവനകളും സമൂഹത്തിന് നൽകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് പ്രൊവിൻഷ്യൽ എന്നോട് ജേർണലിസത്തിൽ PG പൊക്കോളാൻ പറഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ. സാധാരണ ജേർണലിസത്തിൽ ബ്രദറായിരിക്കുന്ന സമയത്ത് പഠിക്കാൻ വിടാറില്ല. അങ്ങനെ തീരുമാനിച്ച സമയത്ത് പൊതുവെ എല്ലാവരും എന്നെ സംശയത്തിന് നിഴലിലാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം BA ഇംഗ്ലീഷ് എനിക്ക് 1ാം റാങ്ക് ഉണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ വീണ്ടും എന്നെ പഠിക്കാൻ വേണ്ടി വിടുന്നു. റിസ്ക്കാണ്. പഠനം കഴിഞ്ഞിട്ട് പിന്നെ സെമിനാരിയിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ മേലധികാരികൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എൻട്രൻസ് എഴുതി തേഞ്ഞിപ്പാലത്ത് എനിക്ക് MCJ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ കോഴ്സിന് എനിക്ക് 1ാം റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജ് അധ്യാപകനാകുവാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ട നിർബന്ധിത ക്വാളിഫിക്കേഷനാണ് നെറ്റ് പരീക്ഷ ക്ലിയർ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിയോളജി പഠിക്കാൻ പോയി. തിയോളജി പഠിച്ച് 2000 ഡിസംബർ 30 ആയിരുന്നു എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞ പാടെ പ്രൊവിൻഷ്യൽ എന്നോട് ആവശ്യപ്പെട്ടത് എനിക്കിഷ്ടമില്ലാത്തൊരു ദൗത്യമായിരുന്നു. പ്രൊവിൻഷ്യലിനോട് പറഞ്ഞു, നീ ജേർണലിസത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്, നിന്നെ കോൺഗ്രിഗേഷൻ വിട്ടതാണ്, നിനക്ക് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓർഡിനേഷൻ കഴിഞ്ഞാൽ നീ ആദ്യമായിട്ട് ഏറ്റെടുക്കേണ്ടത് ഡോൺ ബോസ്കോ മാസികയാണ്. അപ്പോൾ ഡോൺ ബോസ്കോ മാസിക ഏറ്റെടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഒന്നാമതായിട്ട് എൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഡോൺ ബോസ്കോയിൽ ചേർന്ന ആ വർഷം മുതൽ 15 വർഷത്തോളം മലയാളമല്ല സംസാര ഭാഷ, ഇംഗ്ലീഷാണ്. അപ്പോൾ മലയാളത്തിൽ എഴുതാനായിട്ടുള്ള ആത്മവിശ്വാസം എനിക്കില്ലായിരുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ടീച്ചിങ്ങിനോടായിരുന്നു താല്പര്യം. എനിക്ക് ആ സമയത്ത് 3 കോളേജുകളിൽ നിന്ന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഡോൺ ബോസ്കോയ്ക്ക് ഒരു കോളേജ് പോലും ഇല്ല. കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയ കോളേജാണ് അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അപ്പോൾ കോളേജിൽ പോകാനായിട്ടുള്ള ഇൻവിറ്റേഷൻ പ്രൊവിൻഷ്യലിൻ്റെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചപ്പോൾ പ്രൊവിൻഷ്യൽ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ നീ ഡോൺ ബോസ്കോ മാസിക ഏറ്റെടുക്കുക, അതിനെ മാറ്റിയെടുക്കുക. അപ്പം അങ്ങനെ ഞാൻ അനുസരണം എന്ന വ്രതത്തിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് ഈ ഡോൺ ബോസ്കോ മാസികയുടെ എഡിറ്ററാകുവാനായിട്ട് ഉള്ള ദൗത്യം ഏറ്റെടുത്തു. അപ്പം അത് എൻ്റെ ഇഷ്ടം അനുസരിച്ചല്ലായിരുന്നു. പക്ഷേ എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ്, നട്ടിടത്ത് പുഷ്പിക്കുക എന്നുള്ളതാണ്. ഡോണ്ട് എക്സ്പെക്ട് അതേഴ്സ് ടു പ്ലാന്റ് വേർ യു ക്യാൻ ബ്ലൂം. നിനക്ക് പുഷ്പിക്കാൻ പറ്റുന്നിടത്ത് നിന്നെ നടണം എന്ന നിർബന്ധം അത് വളരെ അപകടകരമാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്കുള്ളതുകൊണ്ട്
ഞാൻ ഈ ഡോൺ ബോസ്കോ മാസികയെ എങ്ങനെ എല്ലാവർക്കും വായിക്കാൻ പറ്റിയ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാക്കി മാറ്റുവാനായിട്ട് സാധിക്കുമെന്ന് ആലോചിച്ച് ഞാൻ ഇംഗ്ലീഷിൽ ചിന്തിച്ച് മലയാളത്തിൽ എഴുതുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒത്തിരിയേറെ പുസ്തകങ്ങൾ വായിച്ച് മലയാളം ലാംഗ്വേജിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്ത് ഞാൻ മലയാളത്തിൽ എഡിറ്റോറിയൽ തൊട്ട് തുടങ്ങി. പിന്നെ കവർ സ്റ്റോറി, ഡോൺ ബോസ്കോ മാസികയിലെ കവർ സ്റ്റോറി 24 പേജ് പ്രിൻ്റഡ് പേജുകളിൽ വരുന്ന വളരെ ദൈർഘ്യമേറിയ പ്രചോദനാത്മക ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ അനന്യത എന്ന് പറയുന്നത് സംഭവങ്ങൾ കൊണ്ടും ഉദ്ധരണികൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും ഉള്ള കോർത്തിണക്കിയിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് നെഗറ്റീവ് എനർജിയുള്ള ആളുകളെ, വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളെ പ്രചോദിപ്പിക്കുന്ന, പ്രത്യാശ നൽകുന്ന ഒരു സ്രോതസ്സായിട്ടാണ് ഡോൺ ബോസ്കോ മാസിക എല്ലാവരും കരുതുന്നത്. അപ്പം ആ രീതിയിൽ എഴുത്തിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഞാൻ 2001 ജൂൺ മാസം മുതൽ ഡോൺ ബോസ്കോ മാസികയുടെ എഡിറ്റർ എന്ന നിലയിൽ എഴുതിയ ലേഖനങ്ങൾ വീണ്ടും റീവർക്ക് ചെയ്ത് പുസ്തകങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ 33 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പുസ്തകം സ്പോക്കൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത്. അപ്പോൾ ഡോൺ ബോസ്കോ സെമിനാരിയിൽ വന്നതിന് ശേഷമാണ് ഇംഗ്ലീഷ് പഠിച്ചെടുത്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെ സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാമെന്ന് ഡോൺ ബോസ്കോ സെമിനാരിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഓർഡിനേഷന് മുൻപ് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഒരു പുതിയ രീതി സ്വന്തമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു അധ്യാപകൻ്റെ അല്ല അധ്യാപികയുടെ സഹായമില്ലാതെ വളരെ ലളിതമായ മാർഗം അവലംബിച്ചുകൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്നുള്ളത് മാർഗം കണ്ടെത്തിയതിന് ശേഷം ആദ്യം ഞാൻ വിഴിഞ്ഞത്ത് അവിടെയുള്ള യൂത്തിന് വേണ്ടിയിട്ട് 2 മാസത്തെ ഇംഗ്ലീഷ് കോഴ്സ് നടത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർഡിനേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ എറണാകുളം ചെമ്പൂക്ക് സിറ്റിയിൽ കാക്കനാടിന് പോകുന്ന വഴിക്ക് ചെമ്പൂക്ക് ഇടവകയിലായിരുന്നു 6 മാസം, ജനുവരി 20 മുതൽ മെയ് 20 വരെ. ആ സമയത്ത് അവിടെയുള്ള എറണാകുളത്തുള്ള യൂത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കോഴ്സ്, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് നടത്തിയിരുന്നു. അങ്ങനെ നടത്തി അത് ഫലപ്രദമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് പുസ്തകമായിട്ട് മാറി. ഈ പുസ്തകത്തിൻ്റെ 1,00,000 കോപ്പികളാണ് ഒരു പരസ്യവുമില്ലാതെ കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. അത് ദൈവം പ്രത്യേകമായിട്ട് ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഒരു സലേഷ്യൻ വൈദികനായിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പുസ്തകങ്ങൾ എഴുതുവാനായിട്ടോ ഈ ജേർണലിസത്തിലേക്ക് വരുവാനായിട്ടോ എനിക്കൊരിക്കലും സാധിക്കില്ലായിരുന്നു. അപ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആയാസരഹിതമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി ദൈവം എന്നെ ഒരു സലേഷ്യൻ വൈദികനായിട്ട് തിരഞ്ഞെടുത്തു. രണ്ടാമതായിട്ട് പിന്നെ 2002 ഡോൺ ബോസ്കോ കോളേജ് ഏറ്റവും ആദ്യമായിട്ട് കേരളത്തിൽ തുടങ്ങിയ സമയത്ത് പ്രൊവിൻഷ്യൽ നോക്കുകയായിരുന്നു ആരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. കോളേജിലേക്ക് പിന്നെ സ്റ്റാഫാകുവാൻ വേണ്ടിയിട്ട് നെറ്റ് അനിവാര്യമാണ്. അപ്പം ആ സമയത്ത് ആ വർഷം നെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ അങ്ങാടിക്കടവ് ഒരു കുഗ്രാമമാണ്. ഞാൻ 2002 വരെയും എറണാകുളത്താണ് ഈ ഡോൺ ബോസ്കോ മാസിക എഡിറ്ററായിട്ടും പിന്നെ പല നേഴ്സിംഗ് സ്കൂളുകളിലും പല സ്ഥാപനങ്ങളിലും ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കോഴ്സ് നടത്താൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ പ്രൊവിൻഷ്യലിനോട് ആവശ്യപ്പെട്ടു, ഇവിടുന്ന് നിന്നെ ഞാൻ പറിച്ചെടുക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ അങ്ങാടിക്കടവിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോയിലേക്ക് പോകുവാനായിട്ട്. കാരണം അവിടെ മൊബൈൽ റേഞ്ച് ഇല്ല, ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഉണ്ട്, ബസ് 2 മണിക്കൂർ കൂടുമ്പം ഒരു ബസ്സാണ് അവിടെ ഉള്ളത്. പിന്നെ ആ കോളേജ് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും സംശയത്തിലായിരുന്നു. കാരണം കുഗ്രാമമാണ്. പക്ഷേ നിർബന്ധത്തിന് വഴങ്ങി അനുസരണം, ഒബീഡിയൻസ് വൗ, അത് പാലിച്ചുകൊണ്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ട്രാൻസ്ഫറായി അങ്ങാടിക്കടവിലേക്ക് പോയി.
ഇപ്പോൾ 21 വർഷം കഴിഞ്ഞു. അവിടുത്തെ പ്രിൻസിപ്പൽ ആയിട്ടിരിക്കുന്നു. പ്രിൻസിപ്പൾ ആയിട്ട് ഞാൻ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ വൈസ് പ്രിൻസിപ്പളായി, പിന്നെ പ്രിൻസിപ്പളായി. അത് കഴിഞ്ഞിട്ട് ഞാൻ 2012 കേരള യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം PhD കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. 2015 തിരിച്ചു വന്നു. വീണ്ടും പ്രിൻസിപ്പളായിട്ട് ഇപ്പോൾ 9 വർഷമാകുന്നു. അപ്പോൾ ഈ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയത് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. കേരളത്തിലെ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും എല്ലാ മെയിൻ സ്ട്രീം പത്രങ്ങളിലും അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിൽ നിന്ന് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ജേർണലിസ്റ്റുകളായിട്ട്, റിപ്പോർട്ടേഴ്സായിട്ട്, ന്യൂസ് പ്രസൻറ്റേഴ്സായിട്ട്, സബ് എഡിറ്റേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് നാഷണൽ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ഇപ്പം മലയാള മനോരമയിൽ ജോലി ചെയ്യുന്ന സനീഷ് 2 പ്രാവശ്യമാണ് ഗോയങ്ക അവാർഡ് ഫോർ എക്സലൻസ് ഇൻ ജേർണലിസം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 12ഓളം ഡോൺ ബോസ്കോയിൽ പഠിച്ച കുട്ടികൾക്ക് സംസ്ഥാന പുരസ്കാരമോ അല്ലെങ്കിൽ ദേശീയ പുരസ്കാരമോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജേർണലിസം കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനമായിട്ട് അറിയപ്പെടുന്നത് ഡോൺ ബോസ്കോ അങ്ങാടിക്കടവിലുള്ള ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരവസരം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഡോൺ ബോസ്കോ അങ്ങാടിക്കടവിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നും ഡോൺ ബോസ്കോ മാസിക യുടെ എഡിറ്റർ എന്ന നിലയിൽ ആളുകളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ദൗത്യം നൽകിക്കൊണ്ടാണ് എന്നെ തലശ്ശേരി രൂപതയിൽ നിന്നും മാറ്റിയിട്ട് ഡോൺ ബോസ്കോ സെമിനാരിയിലേക്ക് കൊണ്ടുവന്ന് ഒരു സൊല്യൂഷനാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛാ, ശരിക്കും അച്ഛനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ദൈവേച്ഛികം എന്ന് അച്ഛൻ ഉപയോഗിച്ച ആ വാക്ക് എത്രത്തോളം. ഈശോ കുറേ കാര്യങ്ങൾ നമ്മളോട് നോ ഒക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് അച്ഛൻ വലിയൊരു ബോധ്യം കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നോസ് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്നാലും ആ ദൈവഹിതത്തിന് വിധേയപ്പെട്ടാൽ പൂർണ്ണമായിട്ടും നമ്മൾ ഉയർച്ചയിൽ എത്തിക്കും എന്നല്ലേ. അപ്പം അച്ഛനോട് സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ വാക്യം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഒപ്പം ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം, നിനക്കായി ഒരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ബോധ്യമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. ഈ കഴിഞ്ഞ 21 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതം ഞാൻ അവലോകനം ചെയ്യുമ്പോൾ ഒരു നിമിഷം പോലും എനിക്ക് നഷ്ടബോധമോ അല്ലെങ്കിൽ പുനരാലോചനയോ ഉണ്ടായിട്ടില്ല. ദൈവം സഹയാത്രികനായി എൻ്റെ കൂടെയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതമാകുന്ന നിഘണ്ടുവിൽ ആകസ്മിക സംഭവം എന്നുള്ള വാക്കില്ല. ഇംഗ്ലീഷിൽ അതിന് കോയിൻസിഡൻസ് എന്നാണ് പറയുന്നത്. ആ കോയിൻസിഡൻസ് എന്ന് പറയുന്ന വാക്കിന് പകരം എൻ്റെ ജീവിതമാകുന്ന നിഘണ്ടുവിൽ ഗോഡ് ഇൻസിഡൻസ് ആണ്. കോയ്ക്ക് പകരം ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവേച്ഛിക സംഭവം, യാദൃച്ഛിക സംഭവം ഒന്നുമില്ല. ഈ ഒരു ബോധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം ദൈവം അതിലൂടെ മറ്റെന്തിലേക്കോ വേറൊരു ഇതിനേക്കാൾ മെച്ചപ്പെട്ട നന്മയിലേക്ക് ദൈവം നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു സത്യത്തിലേക്ക് ഞാൻ മാറുന്നു. അച്ഛൻ ഒത്തിരി സന്തോഷം അച്ഛനെ പരിചയപ്പെട്ടതിൽ, ഇത്രയും കാര്യങ്ങൾ അച്ഛൻ്റെ അനുഭവങ്ങൾ കേൾക്കാൻ പറ്റിയതിലും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.